ഇങ്ങനൊരു ഏലിയൻ ആണെങ്കിൽ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു മിഡിൽ ക്ലാസ് ഏലിയൻ ആണ്. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ബ്ലൈൻഡ് ആയിട്ടാണ് പോയതാണ്. അപ്പൊ സ്പിൽബർഗിന്റെ ഏലിയന്റെ അത്രയും ബഡ്ജറ്റ് ഒന്നുമില്ല. വേറൊരു വെള്ളം കണക്ഷൻ ഉണ്ട്. റിയൽ ലൈഫിലെ കാര്യമാണ് പറയുന്നത്. വെൽക്കം ടു മാംഗോ ടോക്ക് ടൈം. താങ്ക് യു. ഏലിയൻസിനൊക്കെ പൊതുവെ USA കാണാറ്. അവര് ഹോളിവുഡിൽ പോയിട്ടാണ് ലാൻഡ് ചെയ്യാറുള്ളത്. പക്ഷെ ഇതിപ്പോ നമ്മുടെ ഒരു തനി നാടൻ ഏലിയൻ അളിയൻ എന്നുള്ള പോലെ ഇവിടെ ഇറങ്ങുവാണ്. സോ നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക പ്ലൂട്ടോ അല്ലെ? ഹോളിവുഡ് പടങ്ങളിൽ ഏലിയനെ നമ്മൾ കണ്ടതൊക്കെ അത്രയും വലിയ സ്കെയിലാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മള് ഈ ജാതിക തോട്ടത്തിനിടയിൽ കൂടെ ഏലിയൻ നടക്കുമ്പം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കടപ്പുറത്തെ കൂടെ ഏലിയൻ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ സ്കൂട്ടറിന്റെ ബാക്കിലേക്ക് ഇരുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ് ഏലിയൻ ആണ്. ഏലിയന്റെ പുതിയ ബ്രാഞ്ചുകൾ കേരളത്തിൽ. അതെ. അപ്പൊ സ്പിൽബർഗിന്റെ ഏലിയന്റെ അത്രയും ബഡ്ജറ്റ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു ജോഗ്രഫിയിലേക്ക് ഏലിയൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു കൗതുകമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അൽത്താഫിന് എന്തായിരുന്നു ഒരു കൗതുകം? Of course, alien ഒരു കൗതുകമാണ്. ഡെയിലി ചെയ്യാൻ പറ്റില്ലല്ലോ. എപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് അങ്ങനത്തെ ഒരു കഥാപാത്രം വന്നപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സീരിയസ് പരിപാടിയൊന്നുമല്ല, ഹ്യൂമർ ഫൺ പരിപാടിയാണ്. അപ്പം നമുക്ക് അറിയാവുന്ന മേഖല തന്നെയാണ്. അതിൻ്റെ കൂടെ ഏലിയൻ്റെ ഒരു ഇതും കൂടി വെച്ച് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ബ്ലൈൻഡ് ആയിട്ടാണ് പോയതാണ്. അല്ല, അപ്പൊ ബ്ലൈൻഡ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഏലിയനിലെ നമ്മൾ നേരിട്ട് കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല, പക്ഷേ ഇവരതിനുള്ള ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഡയറക്ടേഴ്സ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ധാരണയുണ്ട്. ഇന്ന രീതിയിലുള്ള കോസ്റ്റ്യൂം, ഇന്ന പ്രോസ്തറ്റിക്സ്, ചെവി ഇങ്ങനെ ഇറങ്ങുന്നൊക്കെ പറഞ്ഞ്. പിന്നെ റോണക്സ് ആയിരുന്നു മേക്കപ്പ്. റോണക്സിനും ഒരു വിഷൻ ഉണ്ട്. അപ്പോൾ അവരതിൽ രൂപത്തിൽ അങ്ങനെ ആക്കി തന്നു. ബാക്കി നമ്മൾ പിന്നെ പറ്റാവുന്ന രീതിയിലൊക്കെ മാക്സിമം പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ. രൂപത്തിൽ കുറെ സ്കെയിൽസ് പോലെയൊക്കെ കാണാം. ആ സ്കെയിൽസ് കയ്യിലും കാലില് ചെവി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഫിഷ് പോലെ എങ്ങാനും ആണോ? അതിന്റെ ടെക്സ്ചർ ഉണ്ട്, പക്ഷെ ഫിഷിന്റെ ഇതല്ല. അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വെള്ളവും കൂടെ അത് കഥാപരമായിട്ട് അത് നമ്മൾ ടീച്ചറിൽ പറഞ്ഞിട്ടില്ലേ, വെള്ളത്തിലാണ് ലാൻഡ് ആവണത്. ഓക്കെ, അത് മാത്രമാണ് ഒരു വെള്ളം കണക്ഷൻ. വേറൊരു വെള്ളം കണക്ഷൻ ഉണ്ട്. പടം കാണുമ്പോൾ മനസ്സിലാവും. കാണാം. പിന്നെ ഇപ്പൊ വേറെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഇന്ന ഒരു ഇതുപോലെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും? നമ്മൾ റെഫറൻസ് എടുക്കുന്നത് ആ സിനിമയുടെ കഥയും സാഹചര്യമായിട്ട് ചിലപ്പോൾ അത് മാച്ചായി പോകും. പക്ഷെ ഇത് ടോട്ടലി വേറൊരു പരിപാടിയാണ്. ഫണ്ണാണ്. ഇതിൽ സീരിയസ്നെസ് ഒന്നും അധികം ഇല്ല. അപ്പൊ അത് നമ്മളുടെ മീറ്റർ തന്നെ, നമ്മൾ തന്നെ ഡയറക്ടറും ബാക്കി ആളുകളോടെയും ചർച്ച ചെയ്ത് അവരെത്തിയ തീരുമാനത്തിൽ തന്നെ നമ്മളും സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ. പിന്നെ ഇപ്പൊ ഈ ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പോ നീരജിന് തോന്നിയോ ശരിക്കും ഒരു ഏലിയൻ ലൈഫിൽ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ? ഇങ്ങനൊരു ഏലിയൻ ആണെങ്കിൽ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. ഈ പേര് സൂചിപ്പിക്കുന്ന പോലത്തെ ഒരു ചെറിയ തിരസ്കരിക്കപ്പെട്ടവരുടെ ഒരു കഥയാണ്. പ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ പുറത്താക്കപ്പെട്ട ഒരു ഗ്രഹമാണല്ലോ. അപ്പൊ അങ്ങനെ പുറത്താക്കപ്പെട്ട കുറച്ച് എന്ന് വെച്ചാൽ തോറ്റ് തൊപ്പിട്ടേക്കുന്ന കുറച്ച് പേര് ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു ആംഗിൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പം അത് അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. പക്ഷെ അതൊരു ഭയങ്കര ഇമോഷണൽ ലെയർ ആയിട്ടല്ല. അതൊരു എല്ലാം ഇറ്റ്സ് എ നെവർ ടു സീരിയസ് മൂവി. അപ്പം മൊത്തത്തിലൊരു ഹ്യൂമറിൽ ചാലിച്ചുകൊണ്ടാണ് മൊത്തം കഥ പറഞ്ഞു പോകുന്നത്. ഓക്കെ. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും ആ ഫ്രണ്ട്ഷിപ്പ് ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഏലിയൻ എന്ന് പറയുമ്പോൾ വാട്ട് കംസ് ടു യുവർ മൈൻഡ്? ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു ഏലിയൻ എന്നുള്ള പോലെ? കുറച്ച് കഴിവൊക്കെ വേണം അല്ലേ? അതെ. നമ്മള് ഇന്ത്യൻ സിനിമകളിൽ കണ്ടിട്ടുള്ള ഏലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ജാദു, മിൽ ഗയ, പിന്നെ PK. ഈ റെഫറൻസ് ഒക്കെ നമ്മൾ പടത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ലിറ്റിൽ ഗ്രീൻ മെൻ ആണ് നമ്മുടെ ഒരു അമേരിക്കൻ ഏലിയൻ സങ്കല്പത്തിൽ ആദ്യം കൊണ്ടുവരുന്നത്. ബിഗ് ഹെഡും അങ്ങനത്തെ സിനിമ എന്നുള്ള രീതിയിൽ ET ആയിരിക്കും ആദ്യം കണ്ടിട്ടുള്ള പടം. പിന്നീട് പറയുന്ന സൂപ്പർ ഹീറോ പടങ്ങളെല്ലാം ഏലിയന്മാരുടെ അതിപ്രസരമാണല്ലോ, എല്ലാം ഹാഫ് ഓഫ് ദി കോമിക് ബുക്ക്. അപ്പം അങ്ങനെ നമ്മൾ അത്തരം റെഫറൻസുകളൊന്നും ഒരുപാട്, കാരണം നമ്മളെ കൊണ്ട് സാധിക്കാത്ത സ്കെയിലിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓക്കെ. അപ്പം നമ്മൾ അതൊന്നും അങ്ങനെ വല്ലാതെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ എന്താ വെച്ചാൽ ഈ ടീം ഇതൊക്കെ മനസ്സിൽ കിടക്കണ വേറൊരു ഇമാജിൻ ഇതൊക്കെ തന്നെയുള്ളൂ നമ്മളുടെ ഇതിലോട്ട് പെട്ടെന്ന് കയറി വരുന്നത്. പിന്നെ അങ്ങനത്തെ രൂപം ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മനുഷ്യന്മാരുടെ രൂപത്തിൽ നടന്നാൽ മതി. അപ്പൊ സേഫാണ്. അപ്പൊ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു മേക്കിങ്ങില്? ബേസിക്കലി ഹ്യൂമർ
ഏത് മീറ്ററിൽ ചെയ്യാന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ ക്യാരക്ടറിന് ഓരോ സ്റ്റേജ് ഓഫ് എവല്യൂഷൻ ഉണ്ട്. നമ്മൾ കണ്ടിട്ട് ആദ്യം ഭാഷ അറിയാത്ത ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പം കുറേം കൂടെ ഫിസിക്കൽ ഹ്യൂമറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പതുക്കെ ഭാഷ സംസാരിച്ചു തുടങ്ങുമ്പോഴും അത് മനുഷ്യന്മാരുടെ സംസാരിക്കുന്ന പോലെയല്ല. അപ്പം ഈ ഏരിയ, ഇങ്ങനത്തെ ഏരിയകളൊക്കെ നമ്മളൊരു പെർഫോമേറ്റീവ് സാധനമാണല്ലോ. അപ്പം ഇതിനെ ഏത് മീറ്റർ പിടിക്കണം, നമ്മളിങ്ങനെ ചെയ്തു നോക്കിയിട്ട് അതിൽ ഹ്യൂമർ വർക്കാവുന്നുണ്ടോ എന്ന് നമ്മൾ പരസ്പരം ചോദിക്കുന്നു, ഡയറക്ടറോട് ചോദിക്കുന്നു. അങ്ങനെയുള്ള ഒരു ട്രയൽ ആൻഡ് എറർ പരിപാടിയായിരുന്നു ആ മീറ്ററുകളൊക്കെ. പിന്നെ പുള്ളിക്ക് ഈ ഇതിൽ കാണുന്ന പോലത്തെ സൂട്ട് ഒന്ന് രണ്ടല്ല, കുറച്ചധികം സീക്വൻസിലുണ്ട്, എല്ലാത്തിലും ഇല്ല. അപ്പം അത് കുറച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഡ്രസ് കോസ്റ്റ്യൂം അത് കുറച്ച് ഒരു മെറ്റീരിയൽ എനിക്കറിയില്ല, അതിൻ്റെ റബ്ബറാണ്. അപ്പം അത് ഇടണമെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കുറേ പൗഡറൊക്കെ ഇട്ട് ഫുൾ സെറ്റ് ചെയ്തിട്ട് വേണം ഇതിലോട്ട് വന്നെ. വേറെ എയർ സർക്കുലേഷൻ ഒന്നും ഉണ്ടാവില്ല അത് ഇട്ട് കഴിഞ്ഞാൽ. ആദ്യം ചെവി വെക്കും. ചെവി വെക്കാനൊരു 1.5 മണിക്കൂർ, 1 to 1.5 hours വരും ചെയ്യാൻ. പിന്നെ കൈ ചില ഇതിൽ കാലും വെച്ചിട്ടുണ്ട് ചില ഷോട്ടിൽ. പിന്നെ ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് സഫക്കേഷൻ വരും. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോഡൗണിലും കൂടി ആണെങ്കിൽ ഷൂട്ടെങ്കിൽ ചൂടിലിരിക്കുമ്പോൾ പിടിക്കും. അപ്പോൾ അത് മെയിൻ ഒരു ഫിസിക്കൽ ചലഞ്ചായിരുന്നു എനിക്ക്. പെർഫോമൻസ് പിന്നെ നമ്മളൊരു മീറ്റർ മനസ്സിലുണ്ടായിരുന്നു, ആ മീറ്ററിൽ തന്നെ പോയത്. അത് വലിയ അങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയില്ല, നമ്മളെ ആൾക്കാർ പറയട്ടെ. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഒരു ഇൻട്രസ്റ്റെല്ലാർ റൊമാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ടല്ലേ ഒന്നിച്ച്? അതെ അതെ അതെ, രണ്ട് രീതിയിലുള്ള. ഒരാള് ഭയങ്കര പെർഫെക്ഷനിസ്റ്റും, ഞാൻ മറ്റേ എന്താണ് ഗോ വിത്ത് ദ ഫ്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടിയാണ്. പുള്ളി ഭയങ്കര പെർഫെക്ഷൻ പരിപാടിയും ക്യാരക്ടർ വൈസും അല്ലാതെ. ക്യാരക്ടറാണ് ചോദിച്ചത്? റിയൽ ലൈഫിലാണ് ഇങ്ങനത്തെ പരിപാടി പറഞ്ഞത്. ക്യാഷ്വലാണ് പുള്ളി, കുറച്ച് പെർഫെക്ഷൻ പരിപാടിയാണ്. എല്ലാം കഴിഞ്ഞ ഡൗട്ടാണ്, ഇതാണോ അതാണോ ഓക്കെ ആണോ എന്നൊക്കെയുള്ള പരിപാടി. കഴിഞ്ഞപ്പോ വീട്ടിൽ പോകും. വീട്ടിൽ പോകും. തിരിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളി? അല്ല, അൽത്താഫ് വളരെ ഈസിയാണ്. ഞാൻ കുറച്ചുകൂടി ഈ പറയുന്ന വള്ളിയും പുള്ളിയൊക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പം ഒന്നുകൂടെ ബെറ്റർ ആക്കാമോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്ററായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഒബ്സഷൻ ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ സൈഫൈ ഒക്കെ ആകുമ്പോൾ നമുക്കത് അതിനകത്ത് പല ഏരിയകളിൽ പാളാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ ഞാനും കൂടി ഈ പ്രോജക്റ്റ് കോർഡിനേറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റാണിത്. ഇതിൻ്റെ ഒരു കൺസെപ്ച്വൽ സ്റ്റേജ് മുതൽ ഞാനുണ്ട്. അതിനകത്ത് പല ആളുകളെയും കൊണ്ടുവന്നത് ഞാനാണ്. അപ്പം നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര കമ്മിറ്റ്മെന്റ്, കുറച്ചുകൂടെ കമ്മിറ്റഡ് ആയിരുന്നു എൻ്റെ ഒരു പ്രോസസ്സിൽ. അൽത്താഫ് വരണു, ഷൂട്ട് ചെയ്യണു, പോകുന്നു. കുറച്ചൊക്കെ ഇതുപോലെ റിലാക്സ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി വന്നിട്ട് സ്പോട്ടിൽ സാധനം തരാനുള്ള സാധനങ്ങൾ തന്നിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. നമുക്ക് ചില ഈ ചാർട്ടിങ് ഇതൊക്കെ കാരണം നമുക്ക് ക്ലൈമാക്സിലൊരു സീൻ ആദ്യം എടുക്കേണ്ട വന്നു. ഓക്കെ, അപ്പോൾ ഒന്നും അഭിനയിച്ചിട്ടില്ല, ഇതിലോട്ടാണ് ആദ്യമേ കയറണത്. ഇതൊക്കെ ഇട്ടിട്ട് നമ്മളെല്ലാം ഇട്ടിട്ട് ഒരു സിംഗിൾ ഷോട്ട് പോലത്തെ ഒരു സാധനം നമ്മൾ ഫുൾ സീരിയസ് രീതിയിൽ അങ്ങനത്തെ മൊമെൻ്റാണ്, ടുവേർഡ്സ് ക്ലൈമാക്സ് ആണ് പോയി ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി തൊട്ട് പറഞ്ഞു ഇത് ഇങ്ങനെയാണോ നമ്മൾ. ഞാൻ അപ്പോൾ അത് കഴിഞ്ഞു, നമ്മുടെ കഴിഞ്ഞു, പെർഫോമൻസ് കഴിഞ്ഞു. ഇത് ഹ്യൂമറല്ലേ ചെയ്ത് എത്തുമ്പോൾ നമ്മൾ ആദ്യത്തെ എടുത്തെടുത്ത് വരുമ്പോൾ ശരിക്കും അവിടെ ഹ്യൂമറല്ലേ ലാൻഡ് ആവുക, നമ്മളിപ്പോൾ ചെയ്തേക്കണ മറ്റേതല്ലേ. അപ്പോഴാണ് ഞാനിത് ആലോചിക്കുന്നത് കറക്റ്റ് ആയിരിക്കുമല്ലോ. എന്നിട്ട് നമ്മളത് റീ ചെയ്തപ്പോൾ അതാണ് വെച്ചേക്കണത്, കറക്റ്റായിരുന്നു. കാരണം നമുക്ക് അപ്പം അറിയില്ല, ഒരു ഊഹത്തിൽ പ്രോസസ് ആയിരുന്നു. അപ്പോൾ ബേസിക്കലി സ്ക്രിപ്റ്റിൽ ഒരു കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. പക്ഷെ പടം അണ്ടർലൈൻലി ഹ്യൂമർ പടമാണ് ലാസ്റ്റ് ടു എൻഡ്. അപ്പൊ ഇത് പെട്ടെന്ന് ഈ എപ്പിസോഡിലോട്ട് നമ്മൾ എത്തുന്നതിന് മുന്നേ അത് ഷൂട്ട് ചെയ്യേണ്ടി വന്നു, ഒരു സിംഗിൾ ഷോട്ട് സാധനമാണ്. അപ്പൊ എന്തോ അതിന്റെ ഒരു ബ്രീഫിങ് കറക്റ്റായിട്ട് വരാത്തതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ചെയ്തു നന്നായിട്ട്. പക്ഷെ എല്ലാരും ഭയങ്കര സീരിയസ് അഭിനയം. അല്ല, ഈ സീൻ ശരിക്കും കോമഡി അല്ലേ എന്ന് വെച്ചാൽ. അപ്പൊ ബേസിക്കലി ആ ഹ്യൂമറിലോട്ട് പിടിച്ചപ്പോ അതൊന്നും കൂടി ട്രാക്കിലേക്ക് വീണു. അപ്പം എന്ന് പറയുന്ന പോലുള്ള
കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ മൊത്തം സീൻ വർക്ക് ആയാലാണല്ലോ നമ്മൾ എന്ത് പെർഫോം ചെയ്തിട്ടും കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കോർഡിനേഷനും കൂടെ ഉള്ള സ്ഥിതിക്ക് ഒരു പെർട്ടിക്കുലർ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ഒരുമിച്ചുള്ള മിക്ക സീനുകളും എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. കാരണം ഞാനും അൽത്താഫും കൂടി ആ സീൻ വെച്ചിട്ടൊന്നും ഇരിക്കും. അപ്പൊ പുള്ളിയുടെ മീറ്ററും പുള്ളിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ കൗണ്ടറുകൾ പറയും. അപ്പൊ ഞാൻ അത് എഴുതി വെച്ചേ, അതായത് ഈ എന്നിട്ട് അവിടെ ടേക്കിന് മുമ്പ് പുള്ളി വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ പറഞ്ഞത് മറന്നുപോയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ ഒരു എഡിനെ വെച്ച് നമ്മളത് എഴുതിയെടുത്ത്. അപ്പൊ അങ്ങനെ, പക്ഷെ അത് അതിനകത്തൊരു പരിമിതി ഉണ്ടായിരുന്നത് എല്ലാ സ്റ്റേജിലും പുള്ളിക്ക് അത് പറയാൻ പറ്റുന്ന, അതായത് ഈ ഞാൻ പറഞ്ഞില്ല ഇയാളുടെ ഒരു എവല്യൂഷൻ ഉണ്ട്. ഇയാള് മനുഷ്യന്മാരെ പോലെ സംസാരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴേക്കാണ് ഒരു ലൈസൻസ് കിട്ടും. ഒരു സിനിമ ആ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോർമൽ അതുവരെ ജിബ്രിഷും മറ്റു വേറൊരു സാധനമൊക്കെ വെച്ചിട്ടൊക്കെ പോണത്. അപ്പൊ അങ്ങനെയുള്ള സീനുകളില് പുള്ളി ഇപ്പം ജെൻസീനെ പോലെയൊക്കെ സംസാരിക്കുന്ന ഒരു ഏരിയ വന്നപ്പം അവിടെ എനിക്ക് കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എനിക്കൊരു പിടുത്തമില്ല, പുള്ളിയാണ് ഇതൊക്കെ പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല, ജെൻസി ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആണ്. അതെ, അല്ല ഞാൻ പറഞ്ഞ ജെൻസി ലിംഗോ കുറച്ച് പറയപ്പെടുന്ന സോഷ്യൽ മീഡിയ ടേംസ് ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ ടേംസും പരിപാടിയും. അപ്പൊ അങ്ങനെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആൻഡ് അജുവേട്ടനുമായിട്ടുള്ള പല സീനുകളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം നമ്മൾ സർപ്രൈസിംഗ്ലി ഞാൻ അൽത്താഫായിട്ട് ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ട്രാക്കിൽ വരാൻ ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അജുവേട്ടനായിട്ട് പിന്നെ പണ്ട് മുതലേ ഒരു റാപ്പ് ഉള്ളത് കൊണ്ടും അതും വളരെ ഈസി ആയിരുന്നു. മറ്റേ പ്രപ്പോസ് ചെയ്യുമ്പോൾ ബ്രേക്കപ്പിന് മുമ്പത്തെ സീൻ ചായക്കടയിൽ നമ്മൾ സ്പോട്ടിലിരുന്ന് ബ്രേക്കപ്പിന്റെ സീൻ എന്ന് പറയുന്നത് മറ്റേ ടീസറിലുള്ള, അതെ അതെ, അതിന് മുന്നത്തെ ബ്രേക്ക് വേണം അതാണോ? അതെ 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 അതെ, അതിന് മുന്നേ ഒരു സീൻ ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ചായക്കടയിൽ വെച്ചിട്ട് നമ്മള് ഫൈറ്റ് നല്ല രസം പുള്ളി ചെയ്തേക്കണ ഫൈറ്റ്. പുള്ളിയുടെ ഒരു ശരീരം മെയ് വഴക്കുണ്ടല്ലോ, അത് കൊള്ളാം. എന്തായാലും നമുക്ക് തിയേറ്റേഴ്സിൽ കാണുമ്പോൾ നമുക്ക് അതൊരു സാറ്റിസ്ഫൈങ് മൊമെന്റ് ആയിരിക്കും. ആൻഡ് ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ബ്രൊമാൻസിലേക്ക് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ പോസ്റ്ററിൽ കാണുന്ന അവരുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആക്ച്വലി ഉള്ള ക്യാരക്ടേഴ്സും തമ്മിൽ ആ പോസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ്? ഇപ്പൊ ഇതിൽ കാണുന്നത് ഒരു കോസ്പ്ലേ എപ്പിസോഡാണ്. അപ്പൊ അതില് ആർഷയുടെ ക്യാരക്ടർ എൻ്റെ ഗേൾ ഫ്രണ്ടാണ്, ഒരു വെറ്റിനറി ഡോക്ടറാണ് മീര. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തുടക്കം മുതലേ കുറച്ച് ഇവന്റെ നിരുത്തരവാദിത്തപരമായ ജീവിതം കാരണം ബ്രേക്കപ്പിന്റെ വക്കയിലെത്തിക്കുന്ന ഒരു ബന്ധമാണ്. അത് ബ്രേക്കപ്പ് ആവുന്നു. ഏലിയൻ വന്നതിന് ശേഷം കൂടുതൽ അവതാളമാവുന്നു. പിന്നെ ജോസ് എന്ന് പറയുന്ന സുബിൻ ടാർസൻ ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ കൂടെ ഉള്ളവർ വരെ ഇവനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം വിക്കി എന്ന് പറയുന്ന വിഘ്നേഷ് എൻ്റെ ക്യാരക്ടർ ലൈഫിൽ വരികയാണ്. അപ്പോഴാണ് ഏലിയൻ കടന്നു വരുന്നത്. ഇയാൾ ഇനി വന്നിട്ട് എന്ത് മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് കഥ പറയുന്നത്. അജു ആണ് വില്ലൻ. അതെ, അതൊരു കോസ്പ്ലേ, ഞാൻ പറയില്ല, അതൊരു കോസ്പ്ലേ എപ്പിസോഡിൽ വരുന്ന ഒരു മേക്ക് ഓവർ മാത്രമാണ്. പുള്ളിയുടെ അതിൽ കാണുന്ന ലുക്കാണ് പുള്ളി പടത്തിൽ ത്രൂ ഔട്ട് ഉണ്ടാവുക. ഒരു മൊട്ടയൊക്കെ അങ്ങനെ തന്നെ. ഷിക്കാരി ശംഭു ഔട്ട്ഫിറ്റ് നമ്മള് ഒരു കോസ്പ്ലേക്ക് വേണ്ടി പിക്ക് ചെയ്തതാണ്. ഓരോരുത്തരും ഓരോരോ ഔട്ട്ഫിറ്റ്സ് ആയിട്ട്. അപ്പൊ ഭാവി പ്രോജക്റ്റുകളും പിന്നെ റീസെന്റ് പ്രോജക്ട് പ്ലൂട്ടോയും സക്സസ്ഫുൾ ആയി മാറട്ടെ. All the very best.